അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സണിൻ്റെ മനസ്സിൽ, നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളുണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മളത് നോക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു ഡിസാറ്റിസ്ഫാക്ഷനിലായിരിക്കണം നിങ്ങൾ. ചിലപ്പോൾ ലെസ് കോണ്ടാക്റ്റോ നോ കോണ്ടാക്റ്റോ ബ്രേക്കപ്പിലോ ആയിട്ടുണ്ടായിരിക്കാം. എഗെയിൻ നമുക്ക് 10 ഓഫ് കപ്സ് റിവേഴ്സാണ് വന്നത്. ഒട്ടും സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ ആയിരിക്കണം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോയിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ലാസ്റ്റ് കോണ്ടാക്റ്റ് ഇരിക്കണ വരെയും നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കണത് ഭയങ്കരമായിട്ടുള്ളൊരു ടോക്സിക് അല്ലെങ്കിൽ ഒട്ടും സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത ഒരവസ്ഥയിൽ കൂടി ആയിരിക്കണം. നിങ്ങൾ ഒരുപാട് പ്രതീക്ഷ എന്ന് പറയുന്നത് നിങ്ങളെ സ്നേഹിക്കണം അല്ലെങ്കിൽ നിങ്ങളെ കൂടെ നിൽക്കണം, അത്രമാത്രം നിങ്ങൾക്ക് മതി. ഇതിൽ നിങ്ങൾ യാതൊരു വിധത്തിലുള്ള ഒരു ഫിനാൻഷ്യൽ ഗെയിനോ അല്ലെങ്കിൽ യാതൊരു വിധത്തിലുള്ള അത്തരത്തിലും ഗിഫ്റ്റുകൾ അത് ഇത് അങ്ങനെയൊന്നും വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അവരുടെ സ്നേഹം അല്ലെങ്കിൽ അവരുടെ ഒരു കരുതൽ, കെയർ, ഇത് മതി നിങ്ങൾക്ക്. പക്ഷെ അവർ നിങ്ങളിൽ നിന്നും ഫിനാൻഷ്യലി കുറച്ച് കാര്യങ്ങളൊക്കെ ഗെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം, എന്തെങ്കിലും ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ് ഒക്കെ പറഞ്ഞുകൊണ്ട്. ആദ്യമെല്ലാം നല്ലതായിട്ട് ഇമോഷണലി അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്ന ഒരു പേഴ്സണാണ് ഇവിടുന്ന് കാണിക്കുന്നത്. പക്ഷെ പിന്നീട് അയാൾ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി, അയാൾ എന്ന് പറയുന്നത് ലേഡിയോ ബോയോ ആയിരിക്കാം കേട്ടോ. ഞാനിവിടെ പറയുന്നത് ഇങ്ങനെ ആയിട്ട് എടുക്കണ്ട, രണ്ടും എനർജി വൈസ് കണക്റ്റഡ് ആകും. അപ്പോൾ ഈ പറയുന്ന പേഴ്സണ് ആദ്യം ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുണ്ടായിരുന്ന പേഴ്സൺ ആണെങ്കിൽ പിന്നീട് അവർ വല്ലാതെ തന്നെ നിങ്ങളെ എന്താ പറയുക, ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ക്യാരക്ടറോട് കൂടിയിട്ട് മാറിയിട്ടുണ്ടായിരിക്കണം. കാരണം അവരുടെ കാര്യങ്ങൾ, അവരുടെ സ്നേഹിച്ച് നിന്ന് കഴിഞ്ഞാൽ സ്നേഹം അരിയായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ അടുപ്പത്തിട്ട് കഴിഞ്ഞാൽ അതൊന്നും പുഴുങ്ങി തിന്നാൻ പറ്റില്ലല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലുള്ള വർത്തമാനങ്ങളൊക്കെ അദ്ദേഹത്തിൽ നിന്നും അല്ലെങ്കിൽ ഇവരിൽ നിന്നും വന്നിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ കരിയർ അല്ലെങ്കിൽ അവരുടെ ഒരു ഫിനാൻഷ്യൽ കാര്യങ്ങളിലേക്കൊക്കെ അവർ ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നു. അവർക്ക് എന്തൊക്കെയോ നേടണം എന്നുണ്ട്. ഓക്കെ, അതിൽ പൂർണ്ണമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് കാണുന്നത്. നിങ്ങളെ കൂടെ നിൽക്കുന്ന സമയത്ത് അതിനവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ കിങ് ഓഫ് വാൺസും 7 ഓഫ് സോഡ്സും ദ മജീഷ്യൻ കാർഡുമാണ് ആകെ കൂടി അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. സോ കിങ് ഓഫ് വാൺസ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ അവരുടെ ഇന്നർ സോളിൽ ഇപ്പോഴും നിങ്ങൾ ഉണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, അതൊരു അവരുടെ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ജീവിത രീതി കൊണ്ട് അവർ കുറച്ചൊന്ന് മറന്നു നിൽക്കുന്ന ഒരു സ്റ്റേജാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഓക്കെ, പക്ഷേ ദ മജീഷ്യൻ കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുടെ എനർജിയെ മാറ്റി തിരികെ കൊണ്ടുവരാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങൾക്ക് അതിനുള്ള, മജീഷ്യൻ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പോയിട്ട് ബ്ലാക്ക് മാജിക് ചെയ്യണം അങ്ങനെയൊന്നല്ല. നിങ്ങൾക്ക് പറ്റും അവരെ തിരികെ നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ, അതിനുള്ള ഇൻഫിനിറ്റി. കാരണം ഈ ഒരു റിലേഷൻഷിപ്പ്, ഈ ഒരു സ്നേഹബന്ധം നിങ്ങൾക്ക് ലൈഫ് ലോങ്ങിലേക്ക് തന്നെ വിധിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ്. ഇൻഫിനിറ്റിയാണ് ഇവിടെ കാണിക്കുന്നത്. കണ്ടില്ലേ, ഈ ഒരു ചിഹ്നം നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കണ്ടില്ലേ, ഈ ഒരു ചിഹ്നം വന്നിട്ട് ഇൻഫിനിറ്റിയാണ് സൂചിപ്പിക്കുന്നത്. അവിടെ അളവറ്റിട്ടുള്ളൊരു സ്നേഹം, അതായിരിക്കും പറയേണ്ടത് എനിക്കറിയില്ല. അവിടെ അളവിൽ കവിഞ്ഞ സ്നേഹം നിങ്ങൾക്ക് തരാനുള്ള ഒരു ഡെസ്റ്റിനിയുള്ള ഒരു സ്നേഹബന്ധമാണ് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ എടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത്. പക്ഷെ നിങ്ങളത് യൂസ്ഫുൾ ആക്കുന്നില്ല. നിങ്ങളെന്തോ ഇപ്പോഴും ഭയങ്കരമായിട്ട്, ചിലരൊക്കെ ഇതിൽ നിന്നും മൂവ് ഓൺ ആയി കഴിഞ്ഞൊരു എനർജി കിട്ടുന്നു ചില വ്യക്തികൾ മാനസികമായിട്ട്. പക്ഷെ ചിലരിപ്പോഴും ഇതിൽ തന്നെ പിടിച്ചു നിൽക്കുകയാണ്. അതും അവർ നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരുമെന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ പോലും നിങ്ങൾ കുറേയൊക്കെ നെഗറ്റിവിറ്റിയെ ചിന്തിക്കുന്നുണ്ട്. ലൈക്ക് അവർക്ക് ഇനി വരില്ലായിരിക്കും, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ഒരു കാലത്ത് തിരികെ വരും, ഒരു സമയം അവർ തിരികെ വരും എന്നുള്ളത്. പക്ഷെ എന്നാലും നിങ്ങളൊരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും അവരിനി തിരികെ വരില്ലായിരിക്കും, എന്നെ വേണ്ടായിരിക്കും, വേറെ ആളെ കിട്ടിയിട്ടുണ്ടായിരിക്കും എന്നുള്ള കാര്യം ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ചിന്തിക്കാതിരിക്കുന്നില്ല എന്നും കൂടി ഇവിടെ കാണിക്കുന്നുണ്ട്. സോ എപ്പോഴത്തെ പോലെയും പോസിറ്റീവും നെഗറ്റീവും വെച്ച് നോക്കുമ്പോൾ നെഗറ്റീവിനാണ് കുറച്ചും കൂടി എല്ലാം വൈബ്രേഷൻ കൂടുതൽ. നമ്മൾ എത്ര പോസിറ്റീവ്, ഒരാളുടെ ജീവിതത്തിൽ നമ്മൾ എത്ര പോസിറ്റീവായിട്ടുള്ള കാര്യം ചെയ്താലും ഒരു നെഗറ്റീവ് കാര്യം മതി. എല്ലാവരും നാട്ടുകാരാണെങ്കിൽ എല്ലാവരും ആ നെഗറ്റീവ് കാര്യത്തെ മാത്രം പറയുള്ളൂ, അല്ലേ?
അതുപോലെ തന്നെയാണ് നമ്മൾ എത്ര ഒരു ദിവസം പോസിറ്റീവായിട്ട് 24 മണിക്കൂറിൽ ചിന്തിക്കുന്നുണ്ടെങ്കിലും അതിൽ 1 മിനിറ്റ് നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ഫുള്ള് ആ നെഗറ്റിവിറ്റിയിലേക്ക് പോകും എന്നുള്ളതാണ്. അവിടെ വിശ്വാസം എന്നുള്ളൊരു കാര്യമാണ്, ട്രസ്റ്റ് എന്നുള്ളൊരു കാര്യമാണ് അവിടെ പോകുന്നത്. വിഷ്വലൈസേഷന് അവിടെ ഒരു ഓപ്പോസിറ്റ് റിയാക്ഷനാണ് നിങ്ങൾ കൊടുക്കുന്നത് പോലും. അപ്പോൾ ഇവിടുത്തെ നമ്മളുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നിങ്ങളുടെ പേഴ്സണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളുണ്ടോ എന്നുള്ളതാണ്. ഇപ്പം ഏറെക്കുറെയൊക്കെ നിങ്ങളോടുള്ള ഒരു ഇമോഷണാലിറ്റിയും അങ്ങനെയുള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു സ്നേഹം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങളിപ്പോഴും മനസ്സിലുണ്ട് എന്നുള്ള വ്യക്തമായിട്ടുള്ള തെളിവാണ് കിങ് ഓഫ് വാൺസിലൂടെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. കാരണം അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇപ്പോഴും നിങ്ങൾക്കൊരു സ്ഥാനമുണ്ട്, അവിടെ നിന്ന് മാറിയിട്ടില്ല. ഓക്കെ, വേറൊരു പേഴ്സണിൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ചിലരുടെ എനർജിയും കാണിക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും അവിടെ നിങ്ങളിലേക്ക് ഒരു കമ്പാരിസൺ അവർക്ക് ഇടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ബെറ്റർ കമ്പാരിസൺ ആണ്, മോശമായിട്ടുള്ളതല്ല. അവരുണ്ടായിരുന്നെങ്കിൽ അവരിങ്ങനെ ആയിരുന്നു, ഇവരെ പോലെ ആയിരുന്നില്ല, അവരിങ്ങനെ ആയിരുന്നു, അങ്ങനെയുള്ളൊരു രീതിയിലേക്ക് നിൽക്കുന്നുണ്ട്. പിന്നെ ഏറെക്കുറേയും അവർക്ക് 7 ഓഫ് സോൾസ് എന്ന് പറയുന്നത് ഏറെക്കുറേയും അവർക്ക് എന്തൊക്കെയോ നേടണമെന്നുണ്ട്. അത് വലിയ ശരിയായ രീതിയിലുള്ള നേട്ടമൊന്നും കാണിക്കുന്നൊന്നുമില്ല. എന്തോ അവർക്ക് എന്താ പറയുക, നിധി കിട്ടുന്നോ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ അങ്ങനെ വലിയ ലോട്ടറി നിധി കിട്ടും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഇതിൽ കിട്ടും എന്നുള്ളൊരു ബാലിശമായിട്ടുള്ളൊരു ചിന്താഗതിയിൽ എന്തൊക്കെയോ കിടന്ന് ട്രൈ ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് അവിടെ കാണിക്കുന്നത്. പക്ഷെ അതുകൊണ്ടൊന്നും അവരൊന്നും നേടാനൊന്നും പോകുന്നില്ല എന്നിവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, കാരണം നമുക്ക് വന്നിട്ടുള്ള പെൻഡക്കിൾ കാർഡ്സ് ഒക്കെ റിവേഴ്സാണ്. സോ അവരുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഭയങ്കരമായിട്ട് നിങ്ങളിലേക്കൊന്നും വലിയുന്ന ഒരു സ്വഭാവം. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി വളരെ അധികം, അതായത് നിങ്ങളുടെ ഫാമിലിയെക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ പറയുന്ന വ്യക്തി. ഇവർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പല ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങളും വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒന്നും തന്നെ വേണ്ടാന്ന് വെച്ചിട്ടുള്ളൊരു എനർജിയും കാണിക്കുന്നില്ല ഇവിടെ. ഓക്കെ, ആൻഡ് കുറേ നാളുകളായിട്ട് തന്നെ ടോക്സിക് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ കൂടെ പോകുന്ന ഒരു ബന്ധത്തെയാണ് കാണിക്കുന്നത്. സോ ആ ഒരു ടോക്സിസിറ്റി നിങ്ങൾ എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം. ദ മെജിഷ്യൻ എന്ന് പറയുന്നത് നിങ്ങൾ ആ ഒരു കാര്യത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു എന്തെങ്കിലും ഹീലിങ്ങോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ചെയ്തു കഴിഞ്ഞാൽ തന്നെ ആ ഒരു ടോക്സിസിറ്റി മാറിക്കിട്ടും. അവിടെ ടോക്സിസിറ്റി നിറഞ്ഞിട്ടുള്ള ഒരു ബന്ധത്തിൽ എത്ര കടിച്ചു പിടിച്ച് നിൽക്കാൻ ശ്രമിച്ചാലും മുമ്പോട്ടേക്ക് അത് വളരെയധികം ബുദ്ധിമുട്ടിലേക്കേ ഉണ്ടാക്കുള്ളൂ. ഈ ഒരു റിലേഷൻഷിപ്പിൽ കാണിക്കുന്നുണ്ട്, നിങ്ങൾ എല്ലാം ശരിയായി ഇനി നന്നായിട്ട് പോകണം എന്ന ചിന്തയോട് കൂടിയിട്ട് വീണ്ടും കണക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ പോലും അത് എഗെയിൻ അതൊരു കുറച്ച് ദിവസം കൂടി കഴിയുമ്പോഴേക്കും വീണ്ടും ആ ഒരു ടോക്സിസിറ്റിയിലേക്ക് പോകുന്ന ഒരവസ്ഥ ഇവിടെ നന്നായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, പരസ്പരം ആദ്യമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നല്ല രീതിയിൽ മനസ്സിലാക്കിയിരുന്ന രണ്ടുപേരെയാണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷേ ഇപ്പോൾ കുറേ നാളുകളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ പോലും അവർക്ക് അവരുടെ പ്രശ്നങ്ങളെയാണ് വലുത് ഇപ്പോൾ കാണിക്കുന്നത്. അവരുടെ അത്തരത്തിലുള്ള അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ അതാണ് വലുതായിട്ട് കാണിക്കുന്നത്, നിങ്ങളെ അല്ല. ആദ്യമെല്ലാം അവരുടെ പ്രശ്നങ്ങളെ നിങ്ങളോടും കൂടി ഷെയർ ചെയ്ത് ഒരാശ്വാസം കണ്ടെത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഇത്. പക്ഷെ ഇവിടെ കുറേ മാറ്റങ്ങൾ അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ പേഴ്സണ് വന്നിട്ടുണ്ടെന്നുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്.